ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് എക്സാമിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അനാലിസിസാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. 40 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വീഡിയോയിലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 71 മുതൽ 150 വരെയാണ് സോഷ്യൽ സയൻസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. എല്ലാ കേട്ടിട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെയാണ് കാണാറ്. 71 മുതലായിരിക്കും സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം 71 മുതൽ 90 വരെയുള്ള 20 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, 71ാമത്തെ ക്വസ്റ്റ്യൻ. Educational schools of thought or philosophies advocating how children learn and how teachers should assist them in that ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഫിലോസഫീസിനെ ഈ ഒരു ടീച്ചർ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ്സിനെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ അല്ലെങ്കിൽ ഫിലോസഫിയിൽ എന്താണ് പറയുന്നത്, അതിനൊരൊറ്റ ടേമാണ് വിശേഷിപ്പിക്കുന്നത്. ആ ടേം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് പറയുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് സോഷ്യൽ സയൻസ് ഇൻ ദി സ്കൂൾ. അപ്പോൾ ഒരു സ്കൂളിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു ബി ഗുഡ് ആൻഡ് ആക്റ്റീവ് സിറ്റിസൻസ്. ഓപ്ഷൻ ബി, ടു അപ്രിഷിയേറ്റ് ദെയർ ഓൺ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് വാല്യൂ സിസ്റ്റം. Option C, to inquire, judge and criticize the social system for its reformation and change. Option D, to become active and participative members of the society. ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റാണ് ആൻസറായിട്ട് പറയുന്നത്. ഈ 4ഉം കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ടു ബി ഗുഡ് ആൻഡ് ആക്റ്റീവ് സിറ്റിസൺ ആവുക, അതുപോലെ അപ്രിഷിയേറ്റ് ദെയർ ഓൺ കൾച്ചർ, ട്രഡീഷൻ ആൻഡ് വാല്യൂ സിസ്റ്റം, ടു എൻകറേജ്, ജഡ്ജ് ആൻഡ് ക്രിറ്റിസൈസ് ദി സോഷ്യൽ സിസ്റ്റം, ടു ബിക്കം ആക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. പ്രധാനപ്പെട്ട എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, കൊഗ്നിറ്റീവ് ഡൊമൈൻ ഇൻക്ലൂഡ്സ്. ബ്ലൂംസ് ടാക്സോണമിയിലെ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കൊഗ്നിറ്റീവ് ഡൊമൈൻ ഇവാലുവേഷൻ, വാല്യൂയിങ്, അപ്ലിക്കേഷൻ, റെസ്പോണ്ടിങ്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിലെ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇവാലുവേഷനും അതുപോലെ ഓപ്ഷൻ സി അപ്ലിക്കേഷനുമാണ്. അപ്പോൾ ഇവിടെ എ, സി വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് പറയുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. ടു കമ്പയർ, ഇവാലുവേഷൻ, ടു ഐഡൻറ്റിഫൈ ഡിഫറൻസ്, സിന്തസിസ്, ടാബ്ലിംഗ്, അനാലിസിസ്, ടു ട്രാൻസ്ലേറ്റ്, അപ്ലിക്കേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടാബ്ലിംഗ് അനാലിസിസ് ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The method of acquiring expertise, skills and conduct through social conduct, replication and monitoring of others in context is known as. The method of acquiring expertise, skills and conduct through social conduct, replication and monitoring of others in context is known as constructivist learning, social learning, experiential learning, behavioral learning. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു സ്കിൽസ്, അതുപോലെ സോഷ്യൽ കോണ്ടാക്റ്റിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സ്കിൽസും എക്സ്പെക്റ്റേഷൻ, ഇതൊക്കെ ഏതിലൂടെ നമുക്ക് സാധ്യമാവുള്ളൂ? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് പറയുന്നത്. സോഷ്യൽ ലേണിംഗ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി നേച്ചർ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ നേച്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ആൻഡ് വാല്യൂ ഫ്രീ, ഇൻ്റർ ഡിസിപ്ലിനറി ആൻഡ് വാല്യൂ ബേസ്ഡ്, ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, ലിമിറ്റഡ് ടു ടെക്സ്റ്റ് ബുക്ക് നോളജ്. ഓപ്ഷൻ തീർച്ചയായിട്ടും ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. ഇൻ്റർ ഡിസിപ്ലിനറി ആൻഡ് വാല്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും സോഷ്യൽ സയൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ. എ സോഷ്യൽ സയൻസ് ടീച്ചർ റൈറ്റ്സ് എൻ ഒബ്ജക്റ്റീവ്. Students will evaluate
evaluate the impact of globalization on Indian industry. Which domain does this objective belongs to? ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ റൈറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് സ്റ്റുഡൻസ് വിൽ ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഇവിടെ ഇവാലുവേഷനാണ് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഏത് ഡൊമൈനിലാണ് പെടുന്നത്? നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, കോഗ്നിറ്റീവ് ഡൊമൈനിൽ പെട്ടതാണ് ഇത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. 78ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് ടെക്നിക്? നമുക്കറിയാം അസസ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഫോർമാറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, അതുപോലെ പ്ലേസ്മെൻ്റ് ഉണ്ട്, നോം ബേസ്ഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അസസ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഇതിൽ ഫോർമാറ്റീവ് അസസ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു ഡെഫിനിഷൻ എന്താണെന്നാണ്. ആനുവൽ എക്സാം ആണോ, ടേം ആൻഡ് ടെസ്റ്റ് ആണോ, ക്ലാസ് റൂം ഡിസ്കഷൻ ആണോ, ഫൈനൽ പ്രൊജക്റ്റ് ഇവാലുവേഷൻ? തീർച്ചയായിട്ടും ഇവിടെ ഫോർമാറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആണ്. തീർച്ചയായിട്ടും ക്ലാസ് റൂം ഡിസ്കഷൻ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് പറയുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഗുഡ് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എയിം ടു ടെസ്റ്റ്? ഒരു സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരിക്കും? ഓൺലി റീകോൾ ഓഫ് ഫാക്ട്സ്, അണ്ടർസ്റ്റാൻഡിങ് ആപ്ലിക്കേഷൻ ആൻഡ് സ്കിൽസ്, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ, മെമ്മറൈസേഷൻ ഓഫ് ഡേറ്റ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആപ്ലിക്കേഷൻ ആൻഡ് സ്കിൽസ്. 80ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഈസ് used to evaluate students' ability to analyze social issues? Objective type questions, essay type question, project work, all the above. Answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്, all the above. നെക്സ്റ്റ് 81ാമത്തെ ക്വസ്റ്റ്യൻ, which of the following is an example of a co-curricular activity? Attending lectures, participating in a school debate, completing homework, studying for exams. ഓപ്ഷൻ ബി ആണ്, participating in a school debate. നെക്സ്റ്റ് 82ാമത്തെ, വാട്ട് ഈസ് ദി പ്രൈമറി ഫോക്കസ് ഓഫ് ട്രഡീഷണൽ ഇൻസ്ട്രക്ഷൻ? സ്റ്റുഡൻറ് സെൻറ്റേഡ് ലേണിംഗ്, ടീച്ചർ സെൻറ്റേഡ് ലേണിംഗ്, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, സെൽഫ് ഡയറക്റ്റഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടീച്ചർ സെൻറ്റേഡ് ലേണിംഗ് ആണ് ട്രഡീഷണൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ മോഡേൺ ഇൻസ്ട്രക്ഷൻ ഏതാണ്? സ്റ്റുഡൻറ് സെൻറ്റേഡ് ലേണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേഡ് ലേണിംഗ്. 83ാമത്തെ, വാട്ട്സ് എ കീ പ്രിൻസിപ്പിൾ ഓഫ് മോഡേൺ ഇൻസ്ട്രക്ഷൻ? റോട്ട് മെമ്മറൈസേഷൻ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ലെക്ചർ ബേസ്ഡ് ടീച്ചിങ്. ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. 84, ഇൻ ട്രഡീഷണൽ ഇൻസ്ട്രക്ഷൻ ഹു ഈസ് ഓഫൻ സീൻ ആസ് ദി പ്രൈമറി അതോറിറ്റി? ട്രഡീഷണൽ ഇൻസ്ട്രക്ഷനിൽ പ്രൈമറി അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ ബി ആയിരിക്കും, ടീച്ചർ ആയിരിക്കും. 85, വാട്ട് ഈസ് എ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ഇഫക്റ്റീവ് ലേണിംഗ്? എ ക്വൈറ്റ് സ്റ്റഡി സ്പേസ്, എ ഫിക്സഡ് ഷെഡ്യൂൾ, മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഡി ആണ്, ഓൾ ദി എബവ്. 86, വാട്ട് ഡു ലേണേഴ്സ് നീഡ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്? ഓപ്ഷൻ എ മെമ്മറൈസേഷൻ ടെക്നിക്സ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. ഓപ്ഷൻ സി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. ഓപ്ഷൻ ഡി ലെക്ചർ ബേസ്ഡ് ടെസ്റ്റിംഗ്. ഓപ്ഷൻ ബി ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. 87, വാട്ട് ഈസ് എ കീ ഫാക്ടർ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്? എ റിജിഡ് കരിക്കുലം, എ സപ്പോർട്ടീവ് എൻവിറോൺമെൻറ്റ്, ഹൈ എക്സ്പെക്ടേഷൻ, ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. കീ ഫാക്ടർ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്, എ സപ്പോർട്ടീവ് എൻവിറോൺമെൻ്റ് ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കോപ്പറേറ്റീവ് ലേണിംഗ് സ്റ്റുഡൻറ്റ് വർക്ക് ഇൻ എ കോമ്പറ്റീഷൻ, ഐസൊലേഷൻ, സ്മോൾ ഗ്രൂപ്പ്സ് ടുവാർഡ്സ് എ കോമൺ ഗോൾ, ഇൻഡിവിജ്വൽ പ്രോജക്ട്സ്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, സ്മോൾ ഗ്രൂപ്പ്സ് ടുവാർഡ്സ് എ കോമൺ ഗോൾ. 89, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് സ്കഫോൾഡിംഗ്? സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ വൈഗോസ്കിയുടെ ഒരു തിയറിയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേമാണ് സ്കഫോൾഡിംഗ്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊവൈഡിങ് പെർമനൻറ്റ് സപ്പോർട്ട്, ഗിവിംഗ് ടെമ്പററി സപ്പോർട്ട് ദാറ്റ് ഈസ് ഗ്രാജുവലി റിമൂവ്ഡ്, അസൈനിങ് മോർ ഹോംവർക്ക്, ഇഗ്നോറിംഗ് ലേണർ ഡിഫിക്കൽട്ടീസ്. ഓപ്ഷൻ ബി ആണ്, ഗിവിംഗ് ടെമ്പററി സപ്പോർട്ട് ദാറ്റ് ഈസ് ഗ്രാജുവലി റിമൂവ്ഡ്. ഒരു കുട്ടിക്ക് നമ്മൾ ഒരു കൈത്താങ്ങ്, സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കൈത്താങ്ങ്. അപ്പോൾ ആ കുട്ടി ഒരു ആക്ച്വൽ പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തിയാൽ മെല്ലെ നമുക്ക് ആ ഒരു സപ്പോർട്ട് റിമൂവ് ചെയ്യാം. അതാണ് ഇവിടെ സ്കഫോൾഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ, 90, which strategy focused on learners constructing knowledge through active involvement? Direct instruction, inquiry based learning, lecture method, rote memorization. ഓപ്ഷൻ ബി ആണ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ ഏകദേശം 20 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്ന സർവീസിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരു ഉപകാരമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. കേട്ടിട്ട് എല്ലാവർക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും
കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. SS എജു ഹബിൻ്റെ മെമ്പേഴ്സായിട്ട് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.